നമസ്കാരം. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മറുപടിയുമായി മേയർ വി രാജേഷ്. 2023 ഫെബ്രുവരിയിലെ കരാറിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. കരാർ വ്യവസ്ഥകളിലെ ചില കാര്യങ്ങൾ ലംഘിച്ചുവെന്നും രാജേഷ് ചൂണ്ടിക്കാണിച്ചു. ബസ്സുകൾ തിരിച്ചെടുക്കാൻ കോർപ്പറേഷന് പ്ലാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പീക്ക് സമയത്ത് നഗരപരിധിയിൽ ഓടണമെന്നാണ് കരാർ. എന്നാൽ ഇത് ലംഘിച്ച് റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷനുമായി ചർച്ച നടത്തണം. എന്നാൽ ചർച്ച നടത്തിയില്ല. വരുമാനം ഷെയർ ചെയ്യണം, അതും ലംഘിച്ചുവെന്നും മേയർ വ്യക്തമാക്കി. ഈ കരാർ പാലിക്കണമെന്നാണ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടത്. കരാർ ലംഘനമാണ് നടക്കുന്നത്. ജനങ്ങൾ പ്രധാനമായും ഇട റോഡുകളിലേക്ക് ബസ് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. രാവിലെയും വൈകിട്ടുമെങ്കിലും കോർപ്പറേഷൻ മേഖലയിലെ ഇട റോഡുകളിൽ സർവീസ് നടത്തണം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണം. ദൂരസ്ഥലങ്ങളിൽ വലിയ ബസ് വാങ്ങി വിടട്ടെ. ബസ് തിരികെ എടുക്കാനുള്ള പ്ലാൻ കോർപ്പറേഷനില്ല. ബസിന്റെ ബാറ്ററി പരമാവധി ഓടിക്കഴിഞ്ഞു. കരാർ ഒപ്പിട്ടാൽ പാലിക്കണം. തർക്കുത്തരം പറയാനോ ഗുസ്തി പിടിക്കാനോ ഇല്ല. 10-100 ബസ് ഇടാനുള്ള കോർപ്പറേഷന് സ്ഥലമുണ്ട്. ആ സാഹചര്യം വന്നാൽ അപ്പോൾ ആലോചിക്കാമെന്നും മേയർ പറഞ്ഞു. കൗൺസിൽ ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകും. കരാർ നടപ്പിലാക്കണം എന്നതാണ് ആവശ്യം. ഇക്കാര്യങ്ങൾ മന്ത്രിയോട് സംസാരിക്കുമെന്നും രാജേഷ് പറഞ്ഞു. 150 ബസ്സുകൾ ഇറക്കി ഗ്രാമീണ മേഖലയിൽ ഓടിച്ചാൽ പ്രശ്നം തീരും. നഷ്ടമെന്ന് പറയുന്നത് ശരിയല്ല. ഇലക്ട്രിക് ബസ് മാത്രം നോക്കിയാൽ ലാഭം തന്നെ. കരാർ നടപ്പിലാക്കണമെന്ന് മുൻ മേയർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൗൺസിലിൽ ചർച്ച ചെയ്യുമെന്നും വി രാജേഷ് വ്യക്തമാക്കി. റൂട്ട് നിശ്ചയിക്കുന്ന കാര്യത്തിലും ലംഘനമുണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനുമായി ആലോചനയില്ലാതെയാണ് റൂട്ട് നിശ്ചയിക്കുന്നത്. ആരെയും അവഹേളിക്കാനോ കളിയാക്കാനോ അല്ല വിഷയം ഉന്നയിക്കുന്നത്. പ്രചരണ സമയത്ത് പലരും ഇട റോഡുകളിൽ ബസ് അനുവദിക്കാമോ എന്ന ചോദ്യമുണ്ടായി. ചെറിയ ബസ് സർവീസ് നടത്താമോ എന്നും ചോദിച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും ഇക്കാര്യം ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ആവശ്യം നിറവേറ്റാനാണ് കോർപ്പറേഷൻ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വി രാജേഷ് ചൂണ്ടിക്കാണിച്ചു. ബസ് മറ്റു ജില്ലയിലേക്ക് ഓടുന്നത് സംബന്ധിച്ചായിരുന്നു പോസ്റ്റ്. കരാർ പാലിക്കണം എന്നതാണ് പോസ്റ്റിലുള്ളത്. LDF സർക്കാരും LDF കോർപ്പറേഷനും തമ്മിലുള്ള കരാറാണ്. അത് പാലിക്കണമെന്നും വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം മേയർ 113 ബസ്സുകളും തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറുള്ളിൽ സന്തോഷത്തോടെ തിരിച്ചയക്കും. പക്ഷേ 113 ബസ്സുകൾ കോർപ്പറേഷൻ എടുത്താൽ 150 വണ്ടികൾ KSRTC ഇറക്കുമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. കോർപ്പറേഷനിലെ സിറ്റി ബസ്സുകളിൽ ഒന്നും വേറൊരു ജില്ലയിലും ഓടുന്നില്ല. സങ്കീർണമായ മെയിന്റനൻസ് ഉള്ളതുകൊണ്ടാണ് മറ്റൊരു ജില്ലയിൽ നിലവിൽ ബസ് ഓടിക്കാത്തത്. ബാറ്ററി നശിച്ചാൽ 28 ലക്ഷം രൂപ വേണം മാറ്റിവെക്കാൻ. ഡ്രൈവറും വർക്ക്ഷോപ്പും കണ്ടക്ടറും എല്ലാം KSRTCയുടേതാണെന്നും മൂന്നാറിലേക്കടക്കം സർവീസ് നടത്തുന്നു എന്ന പ്രചരണം വ്യാജമാണെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം കേന്ദ്രവും സംസ്ഥാനവും 500 കോടി വീതമാണ് KSRTCക്ക് നൽകിയിട്ടുള്ളത്. വണ്ടികളുടെ നവീകരണമടക്കം KSRTCയാണ് ചെയ്യേണ്ടത്. വകുപ്പിന്റെ പ്ലാനിംഗ് കാരണം 9,000 രൂപ വരെ ഒരു ബസ്സിന് ലാഭമുണ്ടായി. ഒരു ദിവസം 2,500 രൂപ മാത്രം ലാഭമുണ്ടായിരുന്ന സമയത്താണിത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും പറയണ്ട. തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ KSRTC ചെയ്യില്ല. മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പഠിച്ചിട്ട് മാത്രം കാര്യങ്ങൾ പറയണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു.